ഇത് 2025 മോഡൽ റോണിനാണ്. ഞാൻ വണ്ടി എടുത്തത് മാർച്ചിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5000 എബോവ് കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ചു. ആൻഡ് യെസ്റ്റർഡേ ആണ് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് സർവീസ് ചെയ്തത്. അപ്പോൾ അതിന് എനിക്കൊരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ടി വി എസിൻ്റെ ഒട്ടുമിക്ക സർവീസ് സെൻറ്റേഴ്സും അല്ലെങ്കിൽ ഷോറൂംസും അവരുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തത് ബാംഗ്ലൂർ ബൊമ്മനഹള്ളിയുള്ള സിനർജി ടി വി എസിൽ നിന്നായിരുന്നു. അവിടെ നല്ല എക്സ്പീരിയൻസും അടുത്ത സ്റ്റാഫൊക്കെ ആയാലും വളരെ നല്ല കോപ്പറേറ്റീവും നല്ലൊരു സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ സെക്കൻഡ് സർവീസ് ചെയ്തത് ഇടുക്കിയിലെ കട്ടപ്പന ഗോൾഡൻ ടി വി എസിൽ നിന്നായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അവിടുത്തെ സ്റ്റാഫുകൾക്കായാലും ഒന്നും ഈ വണ്ടിയെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അവർക്ക് പോലും ഷെയർ ചെയ്യാനായിട്ടില്ല. ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക എന്നല്ലെങ്കിൽ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുക അല്ലാതെ ഒരു പ്രോപ്പറായിട്ട് ആൻസർ തരാൻ അവർക്കും പറ്റുന്നില്ല. സെക്കൻഡ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കായത് 1302 രൂപയാണ് സെക്കൻഡ് സർവീസിന്. അതൊരു റീസണബിൾ പ്രൈസ് ആണ്. ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നോർമൽ ചെക്കപ്പ് ആൻഡ് ഓയിൽസ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഓരോ സർവീസ് കഴിയും തോറും വണ്ടി ഒന്ന് റിഫൈൻഡായി വരുന്നുണ്ട്. ഓൾറെഡി വണ്ടി നല്ല റിഫൈൻഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ അത് ഓരോ സർവീസിന് ശേഷവും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയാണ് വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ വണ്ടിയിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സർവീസ് ടൈമിൽ അധികം ഡിലേ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, ഒരു കമൻറ്റിലോ മറ്റോ ചോദിച്ചു പാർട്സ് അവൈലബിലിറ്റി കുറവുണ്ടോയെന്ന്. അങ്ങനെയൊന്നുമില്ല. പുതിയ വണ്ടിയാണ്. വണ്ടി നല്ലപോലെ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാർട്സിനൊന്നും ഇഷ്യൂസൊന്നും ഇല്ല, ധൈര്യമായിട്ട് എടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വണ്ടി എടുക്കുമ്പം ഏത് ഷോറൂമിൽ നിന്ന് എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻറ്റർ എങ്ങനെയുണ്ട് എന്നൊക്കെ തിരക്കിയതിന് ശേഷം ചൂസ് ചെയ്യുക. സർവീസിനൊക്കെ കൊടുക്കുമ്പം കുറച്ച് ദൂരം മാറിയാലും നല്ല സർവീസ് സെൻറ്റർ നോക്കി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഈ കട്ടപ്പന ടി വി എസിൽ വണ്ടി കൊടുത്തിട്ട് അവരത് ബില്ല് ചെയ്തിരിക്കുന്നത് തൊടുപുഴ നിന്നാണ്. അപ്പോൾ എനിക്ക് വണ്ടി കൊടുത്തതിന് ശേഷം ഒരു മെസ്സേജ് വന്നു, അവിടുത്തെ അഡ്വൈസറുടെ നമ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വണ്ടി കൊടുത്ത് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തപ്പം അയാൾക്ക് അങ്ങനെ ഒരു കാര്യമേ അറിയില്ല. അയാൾ പറയുകയാണ് ഇന്നിവിടെ ടി വി എസ് റോണിനൊന്നും സർവീസിന് വന്നിട്ടില്ലല്ലോ എന്ന്. പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അതെന്തുകൊണ്ട് അങ്ങനെ ആളുടെ നമ്പർ അവിടെ SMS ആയിട്ട് വരാൻ കാര്യം എന്നൊക്കെ. ഒരു കമ്മ്യൂണിക്കേഷൻ എററോ അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്യുന്നതായിരിക്കാം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ വരുന്നത്.